അല്ലേ എടി കൊച്ചേ എടീ എടി എഴുതിട്ട് നോക്കിയാ വന്നിട്ട് നീ എന്നെ ഉറക്കാൻ തോന്നുന്നേ സമയം എത്രയും നേരം ബോധമുണ്ടോ അരേ കഴിച്ചു നോക്കേ തീമി എവിടെയെങ്കിലും നടക്കണ കാര്യമാണ് ചുറ്റുമ്പുറത്തൊക്കെ അയൽവക്കാർ ചോദിച്ചു തുടങ്ങി മോളെവിടെയെന്ന് ഞാനിവിടെ എണീച്ചിട്ടില്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ മനുഷ്യരെ നാണം കെടുത്താൻ വേണ്ടി ദൈവമേ ഇതുപോലൊരു സന്താനത്തിനാണല്ലോ എനിക്ക് കിട്ടിയത് എൻ്റെ ദൈവമേ അപ്പുറമുള്ള ഇപ്പുറമുള്ള പെമ്പിള്ളേരൊക്കെ രാവിലെ എടുത്ത് പണിയെടുക്കുക ഇവിടെ കിടന്ന് പായം പൊളിച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവള് മതി കഴിച്ചു പോയാൽ വന്നിട്ട് ഇച്ചിരി നേരോട് ഉറങ്ങട്ടെ അമ്മ. അവളുടെ ഒരു 5 മിനിറ്റ് മര്യാദക്ക് എഴുതി വെക്കും ഇന്നെ ഞാൻ ശരിയാക്കട്ടെ കോട്ടി എടുത്തിട്ട് വന്നാലേ നീ പഠിക്കുള്ളൂ. അമ്മ എന്താ ഇങ്ങനെ മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കൂല. ഞാൻ അടുക്കളയായിട്ട് പോവാം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും ആ സമയത്ത് നീ ബെഡിലെങ്ങാനും ഇരിക്കണ ഞാൻ കണ്ട എഴുതിയോ അല്ല മോൾ എഴുന്നേറ്റായിരുന്നോ 6:30 കഴിഞ്ഞുള്ളല്ലോ എന്നെ എത്രയോടെ എഴുന്നേറ്റേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അമ്മേ ഏട്ടൻ്റെ അവിടെ 6 മണിക്ക് എണീക്കുമല്ലോ അതങ്ങനെ ശീലമായതുകൊണ്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ കുറേ കിടന്നു നോക്കി പക്ഷെ ഉറക്കം വരുന്നില്ല അത് അവിടുത്തെ ശീലമല്ലേ എനിക്ക് കുറച്ച് നേരം ഇവിടെ കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു സ്വന്തം വീട്ടിൽ വരുമ്പോഴല്ലേ സമാധാനത്തോടെ ഇത്ര നേരം കിടന്ന് ഉറങ്ങുന്നത് ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ പൊന്നുമോള് പോയി കിടന്ന് ഉറങ്ങ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കൂടി ഇപ്പം നീ എഴുന്നേറ്റ് വന്നിട്ട് എന്നാത്തിനാ ഒരു പണിയും ഇല്ല ഇവിടെ അമ്മ പറയണൊക്കെ ശരിയാ എന്നാൽ നോക്കട്ടെ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ ഏട്ടാ മിക്കവാറും ഉറക്കം വരത്തില്ലമ്മേ സ്വന്തം വീട്ടിൽ വരുമ്പോൾ എത്ര സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നേ അതെനിക്ക് മനസ്സിലാവും നീ പോയിക്കേ പോയി എന്താണ് അയ്യോ ഉപ്പില്ലല്ലേ അമ്മ എന്നാടി എന്താണമ്മ എന്ത് ഉപ്മാവാണ് അമ്മയ്ക്കിപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയാണ്ടായ എന്ത് കട്ടയാണ് ഇത് കട്ട പോലെ ഇരിക്കണത് നോക്ക് ഇതൊക്കെ എന്താണ് കല്ല് പോലെ ഇരിക്കണത് ഉപ്പില്ല ഒരു ഉപ്മാവിന് ടേസ്റ്റും ഇല്ല നമുക്ക് കുറച്ച് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു കൊടുത്തില് അവളിരുന്ന് കുറ്റം പറയുന്ന കേട്ടില്ലേ അല്ല എനിക്ക് അറിയാൻ മേലാണ്ടി ചോദിക്കാം നീ ഹോസ്റ്റലിലാണ് ഇവിടെ താമസിക്കുന്നത് അല്ല മാസം 5,000 6,000 രൂപ നീ എനിക്കിപ്പോൾ ശമ്പളം തരുന്നുണ്ടോ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാൻ മനുഷ്യൻ രാവിലെ എഡിറ്റ് ഇല്ലാത്ത വയ്യൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് ഓരോന്നുണ്ടാക്കി മേശപ്പുറത്തോട് കൊണ്ട് വയ്ക്കുമ്പോൾ അവൾ ഇരുന്ന് കുറ്റം പറയുന്നു ഉപ്പില്ല മുളകില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ അങ്ങനെ പലതും പറ്റിപ്പോയിരിക്കും എന്തോ ഒരു പണിയാണ് അടുക്കളയിൽ ഒരു സമയം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇതൊക്കെ ചെറിയ കുഴപ്പമൊക്കെ വരും ഒന്നും പറഞ്ഞ് അവൾ കുറ്റം പറയാനിരിക്കുന്നു നീ പെങ്കോച്ചല്ലടി നീ ഇങ്ങനെ ഒഴി വർത്താനം പറയണേ നീ നോക്കിക്കോ നാളെ നിന്നെ കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ നിന്റെ കെട്ടിയൊരു ഇതുപോലെ ഇത് നിന്നെ കുറ്റം പറയും അല്ലെങ്കിൽ നിന്റെ മക്കൾ ഇതുപോലെ നിന്നെ കുറ്റം പറയും അപ്പോഴേ എനിക്കിട്ട് വേറെ മനസ്സിലാവുള്ളൂ മനുഷ്യ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാൽ എന്തെങ്കിലും പടിസഹായത്തിന് അടുക്കളയിലോട്ട് കാണാറില്ലല്ലോ ഇതിനൊന്നും ഇത് കുഴപ്പമില്ലമ്മേ ഞാൻ കഴിച്ചോളാം മര്യാദക്ക് മൊത്തം കഴിച്ചോ നീ ഒരു കുറ്റം പറയാവുന്നുണ്ടല്ലോ അവള് എടി മോളെ ഉച്ചയ്ക്ക് എന്താ കറി വെക്കണ്ടേ അല്ലമ്മ എന്താ കറി ഇരിപ്പുള്ളേ അത് പിന്നെ ബീഫ് ഇച്ചിരി വരട്ടിയത് ഇരിപ്പുണ്ട് ചിക്കൻ വേണേൽ കുറച്ച് വറക്കുകയും ചെയ്യാം വേറെ എന്തെങ്കിലും മേടിക്കണോ വല്ല മീൻ എന്തെങ്കിലും മേടിച്ച് വറക്കട്ടെ നല്ല മീൻ വല്ലതും മേടിച്ച് എൻ്റെ പൊന്നെ ഇത്രയും കറി ഉണ്ടായിട്ടാണ് അമ്മ ഇനി എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറയണേ എനിക്കൊന്നും വേണ്ട ഒന്നാമത് എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നില്ല ഇവിടെ വന്നപ്പോൾ ഇച്ചിരി സമാധാനമുണ്ട് അത് മാത്രം മതി അതുകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്നൊന്നും ഇല്ലമ്മേ നീ അങ്ങനെയൊക്കെ പറയും കറി വേണ്ട അത് വേണ്ട ഇത് വേണ്ട ഇതൊക്കെ പക്ഷെ ഞങ്ങൾക്ക് നീ 4 ദിവസം വന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരണ്ടേ നിനക്ക് സ്വന്തം വീട്ടിൽ വരുമ്പോഴേ ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ കഴിക്കാൻ പറ്റുന്നത് കേട്ടൊരു വേണ്ടി ഇത്ര സ്വാതന്ത്ര്യത്തോടെ കഴിക്കാൻ പറ്റുമോ നീ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി ബിരിയാണി വെക്കട്ടെ നിനക്ക് നമുക്ക് ബിരിയാണി ഇഷ്ടമല്ലേ ഞാൻ ഇത്തിരി ബിരിയാണി വെക്കട്ടെ അയ്യോ അതൊന്നും വേണ്ട അമ്മ ഈ കഷ്ടപ്പെട്ട് അതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണേ എന്തിനാ അതൊന്നും വേണ്ട മോളെ നീ പറയുന്നത് എന്നാ വെക്കേണ്ടതെന്ന് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നാ ഇപ്പോൾ വെക്കണ്ടേ എന്നാ എന്ത് കറിയാണ് വെക്കണ്ടേ എനിക്ക് ഇഷ്ടമുള്ള എന്നാന്ന് വെച്ചാൽ പറ അമ്മ വെച്ച് തരാം നീ എന്ത് വേണേ പറഞ്ഞോ നീ അമ്മ വെച്ച് തരാം അത് സാരല്ലമ്മ എനിക്കൊന്നും വേണ്ടെന്നേ ഞാൻ ഷാർജ ഷേക്ക് ഉണ്ടാക്കി തരട്ടെ അവിടെ പഴവും പാലും ഒക്കെ ഇരിക്കുന്നുണ്ട് ഇച്ചിരി ബിസ്ക്കറ്റ് വിട്ട് അങ്ങ് അടിച്ചു തരാം ബൂസ്റ്റ് ഇരിപ്പുണ്ട് ഞാനൊരു ഷാർജ ഷേക്ക് ഉണ്ടാക്കി തരാം കേട്ടോ മോൾ അവിടെ ഇരിക്കും അമ്മ വേണ്ടമ്മേ അമ്മ അവിടെ ഇരിക്കേ ഈ അമ്മയുടെ ഒരു കാര്യം ഒരു വീട്ടിൽ എന്തോരം പടിയുണ്ട് എന്തെങ്കിലും ഒരു പണി സഹായത്തിന് ഇരിക്കുക ആളുണ്ടെങ്കിൽ ഈ കഷ്ടപ്പാടിരിക്കുന്നുണ്ടോ അതെങ്ങനെയാ ഒരെണ്ണം ഉള്ളത് ഏത് നേരം മൊബൈലിരുന്ന് കുത്തിക്കൊണ്ടിരിക്കുക മൊബൈലിൽ കൂടെ സമ്പാദിക്കുമല്ലേ ഇതുപോലൊരു വിധി ആർക്കും ഉണ്ടാവരുത് സ്വന്തം തള്ളയാണ് ഒറ്റയ്ക്ക് കിടന്ന് ഒരു വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുക ഒറ്റയ്ക്ക് പണിയെടുക്കുക എന്തെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സഹായിക്കില്ലേ എങ്ങനെ മനസാക്ഷി ഇല്ലാണ്ട് പെരുമാറാൻ പറ്റുന്നത് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അമ്മ ഒറ്റയ്ക്ക് എന്തെങ്കിലും പണിയേണ്ട കണ്ട പേടിയാണ് ഉള്ളിൽ കിടന്ന് അമ്മയുടെ വായിന്ന് കേൾക്കുക എനിക്ക് അമ്മേനെ പേടിയുണ്ടായിരുന്നു ഇവിടെ ഉള്ളത്തിന് പിന്നെ പേടിയോ ഇല്ലോ ഒന്നുമില്ല അഹങ്കാരം കയ്യിൽ കയറി പിടിച്ചേക്കുമല്ലേ തലയിൽ വെച്ചിട്ട് അളന്നിട്ട് അതെങ്ങനെയാ കൊഞ്ചിച്ചില്ല ആളിച്ചോട് നടന്നു മനുഷ്യൻ്റെ നടുവ് പുറവ് പൊളിയോ വൈകുന്നേരം ആകുമ്പോഴേക്ക് എനിക്ക് തീരെ വയ്യ എന്തെങ്കിലും ഒന്ന് സഹായിച്ചോടി നോക്ക് അവിടെ ഇരിക്കുന്നു ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല
എവിടേക്കാ എഴുന്നേറ്റ് പോകുന്നേ? അല്ലമ്മ എനിക്ക് കുറേ പഠിക്കാനുണ്ട്, എന്തൊക്കെയൊക്കെയോ എഴുതാനുണ്ട്. അപ്പം ഞാൻ പോയി ഒന്ന് എഴുതട്ടെ. ഞാൻ എന്തെങ്കിലും പണി ചെയ്യാൻ പറയുന്ന സമയത്ത് മാത്രമാണല്ലോ അതിൻ്റെ ഈ പഠിപ്പും എഴുത്തും ഒക്കെ. ഇതുപോലൊരു സന്താനത്തിനെയാണല്ലോ ദൈവം ഞാൻ 10 മാസം വയറ്റിൽ കൊണ്ട് നടന്നത്. ഏൽപ്പിക്കണില്ല. നീ എന്തേ കാണിക്കുന്നേ? തുടയ്ക്കുന്നു? അല്ല, ഞാൻ തുടയ്ക്കുമായിരുന്നു. എൻ്റെ പൊന്നു വെച്ചാൽ 4 ദിവസം സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാതെ ഇവിടെ കിടന്ന് പണിയെടുക്കുകയാണോ? അവിടെയോ നിനക്ക് മുഴുവൻ സമയം പണിയാ, അതിൻ്റെ കൂടെ ഇവിടെ വന്ന് പണിയെടുക്കുകയാണോ നീ? നീ അത് പോയേ 4 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഈ അല്ലറ ചില്ലറ ചെയ്തിട്ടേ ക്ഷീണിച്ച് അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ നിൻ്റെ തള്ള പറയും, നിൻ്റെ അമ്മായിമ്മ തള്ള പറയും സ്വന്തം വീട്ടിൽ പോയിട്ട് ക്ഷീണിച്ച് തൊലിഞ്ഞ് വന്നേക്ക് വന്ന്. ഓ പിന്നെ അതൊന്നും ഒരു കുഴപ്പമില്ല, അമ്മൊന്നും മിണ്ടാതിരുന്നേ. അവിടെ ഞാനിതിൻ്റെ ഇരട്ടി പണിയെടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് വെറുതെ ഇരിക്കാൻ ഭയങ്കര മടിയാവുന്നേ. അതാ ഞാൻ പിന്നെ വേഗം തുടയ്ക്കാമെന്ന് വിചാരിച്ചേ. നീ ആ തുടക്കേണ്ട തുണി അവിടെ ഇട്ടേ, ഞാൻ ചെയ്തോളാം. പിന്നെ ഒന്നാമതുണ്ടല്ലോ, 4-5 ദിവസം ഞാനിവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പണിയെടുക്കാൻ മടിയാവും. അതാകുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു സഹായമാവും. അമ്മ എന്തായാലും ഒറ്റയ്ക്ക് എടുത്ത് കഷ്ടപ്പെടുമല്ലേ. പിന്നെ എനിക്ക് എന്ത് പണി? ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം, ഒരു പ്രശ്നമില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പണിയല്ലേ എനിക്ക് ഇവിടെ ഉള്ളൂ. നീ ഒന്നും മിണ്ടായിരുന്നേ. ആ തുടക്കേണ്ട തുണി അവിടെ ഇട്ടെ, ഞാൻ തുടച്ചോളാം. ഒന്ന് എവിടെ പോയി ഇരുന്നിട്ട് കൊച്ചാ കിടന്നിട്ട് അവൾ 4 ദിവസം വീട്ടിൽ വന്ന് കിടന്ന് പണിയെടുക്കുന്നു. ഓ ഇരുന്നേ കൊച്ചാ, ഞാൻ ചെയ്തോളാന്നേ. ഒന്ന് പോയമ്മ, ഞാൻ എന്തായാലും തുടക്കട്ടെ. അമ്മയ്ക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടില്ലേ. ഞാൻ ചെയ്തോളാം. ഓക്കെ പോയി ഞാൻ തുടച്ചോളാം. ഓ ഈ പെങ്കൊച്ചിന് പറഞ്ഞാലും മനസ്സിലാവുകയല്ലേ. എന്നാ ചെയ്യുന്ന പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ.